ഇത് ഒറിജിനൽ ആറന്മുള കണ്ണാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി കണ്ണാടികൾ ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇതിൻ്റെ ഓണറോട് ചോദിക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. നിങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ആളാണ്? ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്? ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ഒരു ലോഹ നിർമ്മിത കണ്ണാടിയാണ്. ചെമ്പും വെളുത്തിയും ഒരു പ്രത്യേക അനുപാതത്തിൽ ഉരുക്കിയെടുത്ത ലോഹ കൂട്ടാണ് ആറന്മുള കണ്ണാടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അത് നമ്മളൊരു പ്രത്യേകം ഉണ്ടാക്കിയ മോൾഡുണ്ട്, മൂശയ്ക്കകത്ത് ഈ ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ നമ്മുടെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഉരുക്കി ഒഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെറ്റൽ ഷീറ്റുണ്ട്. ആ ഷീറ്റ് നമ്മൾ അത് പോളിഷ് ചെയ്തെടുത്ത് സർഫസ് പോളിഷ് ചെയ്തെടുക്കുന്ന ആണ് ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ശരിക്കും ആറന്മുള കണ്ണാടിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ആറന്മുള കണ്ണാടിയിൽ നമുക്ക് കിട്ടുന്ന പ്രതലത്തിൽ നിന്നാണ് അതിൻ്റെ ഇമേജ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ മറ്റ് കണ്ണാടികൾ എന്ന് വെച്ചാൽ മെർക്കുറി കോട്ടൺ മിറർ എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്നാണ് ഇമേജ് കിട്ടുന്നത്. പക്ഷേ മെർക്കുറി പൂശിയിരിക്കുന്ന ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യാണ്. എത്രമാത്രം തിക്നെസ് ആ പ്ലെയിൻ ഗ്ലാസ്സിലുണ്ടോ അതിനനുസരിച്ച് ഇമേജിൽ വ്യത്യാസം വരും. പക്ഷേ ആറന്മുള കണ്ണാടി സർഫസിൽ നിന്നുള്ള ഇമേജാണ്, വിത്തൗട്ട് റിഫ്രാക്ഷനുള്ള ഇമേജാണ് കിട്ടുന്നത്. മറ്റേ റിഫ്രാക്റ്റഡ് ഇമേജാണ്. ഇത് ഒരു ഏൻഷ്യൻ ക്രാഫ്റ്റാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലവിലിരുന്നൊരു ക്രാഫ്റ്റാണ്. ഇന്ന് ആറന്മുളയിൽ ഇത് 300 വർഷമായിട്ട് നിർമ്മിച്ചു വരുന്നു. ഇതിന് GI കിട്ടിയിട്ടുണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ. 2005 ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ GI ആണ്. ആദ്യത്തെ ഡാർജിലിംഗ് GI ആണ്, സെക്കൻഡ് ആറന്മുള കണ്ണാടിയാണ്. കണ്ണാടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? കണ്ണാടി അതിൻ്റെ സാമ്പിള് നമ്മൾ കാസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതേമാതിരി ആയിരിക്കും എൻ്റെ സർഫസ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ മർക്കുറി അല്ലല്ലേ, ഇത് ലോഹാണല്ലേ? ഇത് ലോഹം. ഇതിന് ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എടുക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗം നമ്മളെടുത്ത് പോളിഷ് ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. നമ്മുടെ ട്രഡീഷണൽ കോമ്പിനേഷൻ ഒരുക്കിയെടുക്കുന്ന അലോയിയാണ്. ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷനാണ്. ടിന്നും കോപ്പറും ചെമ്പും വെളുത്തിയും അത് ഉപയോഗിച്ചാണ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്തത്. ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ ഒരുക്കിയെടുക്കുന്നത്. അത് ശരിക്കും അതൊരു ട്രഡീഷണൽ ക്രാഫ്റ്റ്, ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു ക്രാഫ്റ്റാണ്. അങ്ങനെ ഒരുക്കിയെടുക്കുക. ഈ ലോഹക്കൂട്ടാണ് നമ്മൾ ആറന്മുള കണ്ണാടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒറിജിനൽ ആറന്മുള കണ്ണാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിറ്റാണ് ഇതിന്, നല്ല വെയിറ്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആറന്മുള കണ്ണാടി വേണ്ട ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം.